നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ബ്യൂട്ടീനെയാണ്. അപ്പോൾ തിരിച്ചാണോ? അല്ല, ലറ്റാഫ ഊഡ് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂമിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു കൊളീഗിന്റെ പെർഫ്യൂമാണ്. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് പെർഫ്യൂംസ് നിമാലിയുടെ, ഹാൾട്ടൈൻ്റെയും അതുപോലെ തന്നെ ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നെസിന്റെയും ഒക്കെ ഭയങ്കര ഫാനാണ്. അദ്ദേഹത്തിന് വുഡി സ്പൈസി പെർഫ്യൂംസ് ആണ് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളത്. അപ്പോൾ അദ്ദേഹം വാങ്ങിയ പെർഫ്യൂമാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നുവിട്ടതാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ബോട്ടിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ബോക്സിന്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ബോക്സും ബോട്ടിൽ ഡിസൈനും ഒക്കെയാണ്. എങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡുകൾ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷനിലൊക്കെ അവർ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബോക്സും ബോട്ടിലും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഡിസൈനർ ബ്രാൻഡുകൾ വരെ ഇതിനേക്കാൾ ഒരു 3 ഇരട്ടി 4 ഇരട്ടി പ്രൈസ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂംസിൽ പോലും അവർ അതിന്റെ പ്രസന്റേഷനിലോ ബോക്സിലോ ഒന്നും അത്ര ശ്രദ്ധ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് വളരെ തുച്ഛമായ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന പെർഫ്യൂംസിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽ വരെ എത്ര കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലറ്റാഫ ഊഡ് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന ഈ പെർഫ്യൂം നമ്മുടെ ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ ക്ലോൺ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ കാണുമ്പോൾ എന്ത് സ്റ്റണ്ണിങ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണെങ്കിലും ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നെസിന്റെ ബോട്ടിലുമായിട്ട് വളരെ സിമിലർ ആയിട്ട്, ഈവൻ ഡീറ്റെയിൽസ് വരെ വളരെ കെയർഫുൾ ആയിട്ട് അവർ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോട്ടിലുമാണിത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു 10 ഔട്ട് ഓഫ് 10 എന്നുള്ള കാര്യം തന്നെ മാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലറ്റാഫ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് 2020 റിലീസ് ചെയ്തിട്ടുള്ള ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേഗ്രൻസ് എന്നുള്ള രീതിയിലാണ് ഇത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പെർഫ്യൂം ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നെസിന്റെ കോപ്പിയാണ് അല്ലെങ്കിൽ ക്ലോൺ ആണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന് ഇനീഷ്യോ പെർഫ്യൂമുമായിട്ട് എത്ര സിമിലാരിറ്റി ഉണ്ട്, ഡിഫറൻസസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ നടത്തുന്നില്ല. ഞാൻ ആക്ച്വലി ഈ ഊഡ് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന പെർഫ്യൂമിനെ ഇറ്റ്സ് ഓൺ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഊഡ് ഫോർ ഗ്രേറ്റ്നെസിന്റെ കാര്യവും പറയേണ്ടി വരും. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ഈ ഒരു പെർഫ്യൂമിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനാണ് ഇന്ന്, അതാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൽ നമുക്ക് ഇതിൻ്റെ ആറ്റമൈസർ ആണെങ്കിലും നല്ല ആറ്റമൈസറാണ് കേട്ടോ. കാരണം കണ്ടോ നല്ലതായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം കയ്യിൽ. ഈ ഒരു പെർഫ്യൂമിന്റെ ഓപ്പണിങ്ങിൽ എനിക്ക് കിട്ടുന്നത് സാഫ്രണിന്റെയും നട്ട്മെഗിന്റെയും ആ ഒരു സ്പൈസിനെസ് ആണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒരു വുഡി പച്ചൂലി സെന്റും. അപ്പൊ ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് ആണ് എനിക്കിതിന്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. ലാവൻഡർ ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഇതിന്റെ ഫ്രേഗ്രന്റിക്ക നോട്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഈ ഒരു പെർഫ്യൂമിന്റെ ജേർണിയിൽ ഒരിടത്തും അങ്ങനെ ഒരു ലാവൻഡറിന്റെ ഫീലോ ഒരു അരോമാറ്റിക് ടച്ചോ ഒരു ഫ്ലോറൽ ടച്ചോ അങ്ങനെയൊന്നും എനിക്ക് ഈ ഒരു പെർഫ്യൂമിന്റെ ജേർണിയിൽ ഊഡ് ഫോർ ഗ്ലോറിയിൽ നിന്ന് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇതിൽ ആ ഒരു നട്ട്മെഗിന്റെ ആ ഒരു സ്പൈസിനെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സാഫ്രൺ, ഇപ്പോൾ ഒരുപാട് പെർഫ്യൂംസിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാഫ്രൺ. അപ്പം സാഫ്രണിന്റെയും നട്ട്മെഗിന്റെയും ആ ഒരു സ്പൈസിനെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വുഡി പെർഫ്യൂം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇതിന്റെ പേരും ഊഡ് ഫോർ ഗ്ലോറി എന്നാണ്. പക്ഷെ എന്നാലും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഊഡ് പെർഫ്യൂം എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരു വുഡി പെർഫ്യൂം എന്ന് വിളിക്കുന്നതാണ് കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഇതിന്റെ പേര് കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ എനിക്ക് ലറ്റാഫേനെ അല്ല കുറ്റം പറയാൻ തോന്നുന്നത്, ഇനീഷ്യോനെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഊഡ് ഫോർ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് ആരുടെ മനസ്സിലേക്കാണെങ്കിലും പെട്ടെന്ന് വരുന്നത് ഇത് ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ഊഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഇതിലുണ്ടാവുന്നത് എന്നാണ് ഏതൊരു സാധാരണ ഒരാളുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അത് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം, ഊഡ് പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. പക്ഷേ ഈ ഊഡ് പെർഫ്യൂംസ് ഒന്നും അത്ര എൻജോയ് ചെയ്യുന്ന ആളുകളല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ഇത് ആക്ച്വലി മിസ്ലീഡിംഗ് ആണ്. ഇത് ഭയങ്കരമായിട്ട് ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര നമ്മൾ ഊഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര അനിമലിക് ആയിട്ടുള്ള ഊഡ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇതെന്തൊരു സ്മെല്ലാണ് എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഊഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഊഡല്ല ഇതിലുള്ളത്. വളരെ ഏർത്തി ആയിട്ടുള്ള, വളരെ ഒരു വുഡി ടച്ച് കൂടി നിൽക്കുന്ന, ഊഡിന്റെ ക്യാരക്ടേഴ്സ് വളരെ കുറഞ്ഞും ഒരു വുഡി നേച്ചർ കുറച്ച് കൂടിയുമുള്ള ഒരു ഊഡ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വുഡി പെർഫ്യൂം എന്ന്
വിളിക്കാനാണ് ഇഷ്ടം. വളരെ ഏർത്തി ആയിട്ടുള്ള ഒരു വുഡി പെർഫ്യൂം. അതുകൊണ്ട് തന്നെ പേര് എന്ന് പറയുന്നത് മിസ്ലീഡിംഗ് ആണ്. അപ്പം ഇനീഷ്യോ ഊഡ് ഫോർ ഗ്രേറ്റ്നസ് എന്ന് പേരിട്ടതുകൊണ്ട് തന്നെയാണ് ലെറ്റർ ഇത് ഊഡ് ഫോർ ഗ്ലോറി എന്ന് പേരിട്ടത്. അപ്പം എന്തുകൊണ്ടാണേലും ഈ പേര് മിസ്ലീഡിംഗ് ആണ്. കാരണം ഇതിൽ ഊഡ് എന്ന് പറയുന്നതിനേക്കാളും ഒരു വുഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോസ് ബ്ലൈൻഡ് ആയി പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കാരണം ചില പെർഫ്യൂംസ് നമ്മളിങ്ങനെ സ്മെല്ല് ചെയ്ത് കഴിയുമ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു പ്രോബ്ലം ഈ ഒരു പെർഫ്യൂമിനുണ്ട്. ഈ പെർഫ്യൂമിനും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈവൻ ഇനീഷ്യയുടെ പെർഫ്യൂമിനും ഊഡ് ഫോർ ഗ്രേറ്റ്നസിനും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്മെല്ല് ചെയ്ത് നമുക്ക് ഓപ്പണിങ്ങിൽ പെട്ടെന്ന് ആ ഒരു ഫസ്റ്റ് സ്നെഫ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് കുറേ ഒരു ഡ്രൈ ഡൗണിലേക്ക് വരുന്നത് വരെ എനിക്ക് ആ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും. കാരണം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി സമയത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലവട്ടം ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാനൊരു എൻ്റെ ഫൈനൽ ഡിസിഷൻസിലേക്കും ഫൈനൽ റിവ്യൂയിലേക്കും എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഈ ഒരു പെർഫ്യൂമിനും ഇനീഷ്യയുടെ ഊഡ് ഫോർ ഗ്രേറ്റ്നസിനും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ മസ്കി പെർഫ്യൂം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മസ്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇത് കുറച്ചും കൂടെ വരുമ്പോൾ വളരെ കോസി ആയിട്ടുള്ള ഒരു വുഡി പെർഫ്യൂം, മസ്കി വുഡി പച്ചുലി പെർഫ്യൂം ആയിട്ടാണ് ഇതിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ ഇത് ട്രാൻസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബേസിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇത് കുറേ നന്നായിട്ട് ഡ്രൈ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നോസ് ബ്ലൈൻഡ് ആകുന്ന ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് സ്പ്രേ ചെയ്യുന്നത് കുറച്ചൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഒരു മണിക്കൂർ പോയിന്റ് വരെയുള്ള സമയത്തൊക്കെയാണ് എനിക്ക് ആ ഒരു നോസ് ബ്ലൈൻഡ് ആകുക എന്നുള്ള അവസ്ഥ തോന്നിയിട്ടുള്ളത്. എക്സ്ട്രീം ഡ്രൈ ഡൗണിൽ ആ ഒരു നോസ് ബ്ലൈൻഡ് ആകുന്ന അവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഫ്രേഗ്രൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഞാനിപ്പം ഈ ഒരു പെർഫ്യൂമിനെ മാത്രമായിട്ട് പറയുന്നു എന്നുള്ളതുകൊണ്ട് പറയാണ്. ഓക്കെ, ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ഞാനിത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ അതിൽ പറയാം. പക്ഷേ ഈ ഒരു ഫ്രേഗ്രൻസ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഒരു 6 hour പോയിന്റ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്കിത് തോന്നുന്നില്ല. കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആ ലാവൻഡർ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ് ഇത് പോകുന്നത്. ആ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു മസ്കി ഫീൽ എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു തണുപ്പുള്ള ക്ലൈമറ്റുകളിൽ അല്ലെങ്കിൽ ഒരു വിന്റർ സീസണിലൊക്കെ ഉപയോഗിക്കാനായിരിക്കും നല്ല പെർഫ്യൂം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു സ്ട്രോങ് വുഡി സെന്റ് ആയതുകൊണ്ട് തന്നെ വുഡി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കാവുന്ന ഒരു പെർഫ്യൂമാണിത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ അത്രയേറെ ഊഡ് പെർഫ്യൂംസ് ഒന്നും ഇഷ്ടമല്ലാത്ത ആളുകളാണ്, പക്ഷേ വുഡി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു പേര് ഊഡ് ഫോർ ഗ്ലോറി എന്നുള്ള പേര് കാരണം ഇത് ഭയങ്കര ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിരിക്കും എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് അത്ര ഊഡ് ഹെവി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് അല്ല. നിങ്ങൾക്ക് വുഡി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലൈൻഡ് ബൈ സേഫ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഒന്നുമല്ല. കാരണം വുഡ് പെർഫ്യൂംസ് അല്ലെങ്കിൽ വുഡി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ പെർഫ്യൂം എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ പല പെർഫ്യൂംസും ഈവൻ വുഡി പെർഫ്യൂംസ് ആണെങ്കിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ സിട്രസ് ഫീലോ കുറച്ചൊരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ വന്ന് പതുക്കെ ഒരു വുഡി പെർഫ്യൂമിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന പോലത്തെ പെർഫ്യൂംസ് ആണെങ്കിൽ കുറച്ചും കൂടെ പലർക്കും എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സോഫ്റ്റ്നെസ് വരുത്താനുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഇതിൽ ആ ഒരു സ്പൈസി മിക്സും അതോടൊപ്പം തന്നെ വുഡി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിട്രസ് ഫീലോ ഒരു ഫ്രഷ് ഫീലിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വുഡി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ പെർഫ്യൂം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സേഫ് ബ്ലൈൻഡ് ബൈ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അല്ല. പക്ഷേ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രൈസ് വാല്യൂ കമ്പാരിസൺ ആണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 1900-2000 രൂപയൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് 100 ml. ആ ഒരു പ്രൈസിന് ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം 2000 രൂപയ്ക്ക് ഒരു 6 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന
ഒരു വുഡി പെർഫ്യൂം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ഭയങ്കര അടിപൊളി കിടലം പെർഫ്യൂം തന്നെയാണ്. ഈവൻ UK പ്രൈസ് നോക്കുവാണെങ്കിലും ഇതൊരു 30 പൗണ്ട്സിനൊക്കെയാണ് നോട്ടിനോയുടെ വെബ്സൈറ്റിലൊക്കെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല സമയത്തും 15% ഓഫിലൊക്കെ നോട്ടിനോയിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ കൊളീഗ് വാങ്ങിച്ചപ്പോഴും ഒരു 15% ഓഫിലാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ വാങ്ങിക്കാൻ പറ്റുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ബാർഗെയിൻ പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ലറ്റാഫ ഊഡ് ഫോർ ഗ്ലോറി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.